വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ സെക്യൂരിറ്റി പ്രിൻസിപ്പൾ വിളിക്കുന്ന ആ സമയം നോക്കി പോൾസൺ തിരിഞ്ഞു നോക്കുകയാണ്. അന്നേരം ഇത് തന്നെ പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് റെഡിയായി നിന്നോളം ഒന്നുകൂടി ആ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് പോൾസൺ ഓടിപ്പോയി പപ്പി അങ്ങ് പൊക്കിയെടുത്തങ്ങ് കൊണ്ടങ്ങ് ഓടുന്നുണ്ട്. അന്നേരം വിടടോ അവളെ നോക്കി സത്യ കിടന്ന് വിളിച്ച് പറയുന്നുണ്ട്. പപ്പിയാണെങ്കിൽ പോൾസൻ്റെ കൈ കിടന്നങ്ങ് കാലിട്ട് കുതറുകയാണ്. പക്ഷെ പോൾസൺ ആണെങ്കിൽ പെട്ടെന്ന് ഓടി ബൈക്കിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ബൈക്കിലങ്ങ് കയറിയിരിക്കുകയാണ് കുട്ടിയും കൊണ്ട്. പക്ഷെ വണ്ടിയാണെങ്കിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യടാന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് സത്യ വിളിച്ച് പറയുകയാണ്, പപ്പി അവൻ്റെ മുഖം മാന്തി പറിച്ചിട്ട് ചാടി ഇങ്ങോട്ട് ഇറങ്ങി പോരാന്ന് പറയുകയാണ്. പക്ഷെ പപ്പിക്ക് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നെ രക്ഷയ്ക്ക് സത്യ എന്നും പറഞ്ഞ് കുട്ടിയാണെങ്കിലും ആകെ പേടിച്ചങ്ങ് നിലവിളിക്കുകയാണ്. ഇതേ സമയം സത്യ ആണെങ്കിൽ തൻ്റെ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്, എൻ്റെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, ഞങ്ങളിവിടെയാണ്, വേഗം രക്ഷിക്കണമെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് കൺട്രോൾ റൂമിൽ നിന്നും ആ ഏരിയയിലുള്ള പെട്രോളിംഗ് നടത്തുന്ന ആ ടീമിലേക്ക്, ടൈഗർ ടീം എന്ന് പറയുന്ന പോലീസിലേക്ക് വയർലെസ് സന്ദേശം എത്തുകയാണ്. സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. ടൈഗർ ടീം റെസ്പോണ്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ സോമശേഖരൻ ആ സന്ദേശം സ്വീകരിച്ച ശേഷം ഞങ്ങൾ ആ ഏരിയയിൽ തന്നെ ഉണ്ട് സാർ, പെട്ടെന്ന് നടപടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ജീപ്പുമായിട്ട് ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരികയാണ്. ഇതേ സമയം സത്യമാണെങ്കിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരിൽ അവിടെ നിന്ന് ബൈക്കിനടുത്തേക്ക് വരുന്നില്ല. തുടർന്ന് വണ്ടി സ്റ്റാർട്ട് ആവുന്നുമില്ല. നീ പെട്ടെന്ന് സ്റ്റാർട്ടാക്കി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പോൾസൺ കുട്ടിയെയും കൊണ്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ പപ്പിക്കുട്ടിയെ താഴെ ആക്കുന്നില്ല. ഇതേ സമയം സത്യമാണെങ്കിൽ ഒരു നിമിഷം ആലോചിച്ചിട്ട് തൻ്റെ ബാഗിൽ നിന്നും വാട്ടർ ബോട്ടിൽ വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ പോൾസന് നേരെ ഉന്നം വയ്ക്കുകയാണ്. അന്നേരം കാണിക്കുന്നുണ്ട് ശാലിനി ആ ഫസ്റ്റ് എപ്പിസോഡിൽ ഹെൽമെറ്റ് ഉപയോഗിച്ച് ഒരു കള്ളനെ എറിഞ്ഞ് വീഴ്ത്തിയില്ലേ, ആ ഒരു സീനും കാണിക്കുകയാണ്. ഹെൽമെറ്റ് ഇങ്ങനെ ശാലിനി എറിയാൻ നോക്കുന്നതും സത്യം ഇങ്ങനെ ബോട്ടിലും കൊണ്ടിങ്ങനെ എറിയാൻ ഉന്നം വയ്ക്കുന്നതും ഒരേ ഫ്രെയിമിൽ കാണിക്കുകയാണ്. അതിനുശേഷം ബോട്ടിലങ്ങ് എറിയുന്നുണ്ട്. കറക്റ്റ് പോൾസൻ്റെ തലയിൽ തന്നെ ചെന്ന് കൊള്ളുകയാണ്. വേദന കൊണ്ട് പോൾസൻ ഒന്നിങ്ങനെ പിടയുമ്പോൾ പപ്പിക്കുട്ടി അങ്ങ് താഴെ ഇറങ്ങുന്നുണ്ട്. ഓടി അങ്ങ് സത്യയുടെ അടുത്തേക്ക് വന്ന് സത്യ എന്നും പറഞ്ഞ് അങ്ങ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് തന്നെ പോലീസ് വണ്ടി സ്കൂൾ പിന്നെ കോമ്പൗണ്ടിലേക്ക് കയറുന്നുണ്ട്. അന്നേരം പോലീസ് എന്ന് പറഞ്ഞ് പോൾസനും മറ്റേയാളും ബഹളം കൂട്ടുമ്പോൾ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ആവുകയാണ്. പക്ഷേ ഈ കൂട്ടുകാരനാണെങ്കിൽ പോൾസനെ കയറ്റുന്നില്ല, വണ്ടി സ്പീഡിന് ഓടിച്ചങ്ങ് പോകുന്നുണ്ട്. അന്നേരം എന്നെ കൊലയ്ക്ക് കൊടുക്കാതെ എന്നെ കൂടെ കൊണ്ടുപോകാമെന്നൊക്കെ ബൈക്കിന് പുറകെ ഓടി പോൾസൻ വിളിക്കുന്നുണ്ടെങ്കിലും പോലീസ് പെട്ടെന്ന് പോൾസനെ അങ്ങ് പിടികൂടുകയാണ്. നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ ഒരു അബദ്ധം പറ്റിയതാണ് സാറേ, കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് പോലീസുകാർ പിടിച്ച് വലിച്ച് ജീപ്പിനകത്തേക്ക് കയറ്റുന്നുണ്ട്. തുടർന്ന് സോമശേഖരനാണെങ്കിൽ കുട്ടികളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആരാ ഫോൺ വിളിച്ചത്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനാണ് ഫോൺ വിളിച്ചത്, എൻ്റെ ഫ്രണ്ടിനെയാണ് തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയത്, ദേ അവരാണെന്നൊക്കെ പറയുകയാണ്. അന്നേരം അയാളെ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ പപ്പി പെട്ടെന്ന് പറയുകയാണ്. അപ്പം ഇടുക്കി കുട്ടി ധൈര്യം സംഭരിച്ച് പിന്നെ പതറാതെ കുട്ടിയെ രക്ഷപ്പെടുത്തിയതിന് എന്നൊക്കെ പറയുമ്പോൾ ഇത് ധൈര്യത്തിൻ്റെ കാര്യമൊന്നുമില്ല, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ടിനെയാണ് ഞാൻ രക്ഷിച്ചത് എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം, ഈ കുട്ടിയും വരണം, മോളും വരണം എന്നിങ്ങനെ സത്യയോട് പറയുമ്പോൾ ഞാൻ വിറ്റ്നസ് ആണല്ലേ, അപ്പോൾ കിഡ്നാപ്പിംഗ് കേസാണല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ, മോൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് സോമശേഖരൻ അങ്ങ് ആ കുട്ടി ചോദിക്കുന്നതായിട്ട് ആകാംക്ഷയോട് ചോദിക്കുകയാണ്. അന്നേരം അത് എൻ്റെ അമ്മ എന്നിങ്ങനെ പറയാൻ വരുമ്പോൾ പെട്ടെന്ന് ശാലിനി രാവിലെ കൊണ്ടാക്കിയിട്ട് മിസ്സിനോട് പറഞ്ഞത് ഓർമ്മിക്കുകയാണ്, കളക്ടറാണ് എന്ന് ഒരു പരിഗണന വേണ്ട, സർക്കാർ ജോലിക്കാരുടെ മകൾ എന്ന് മാത്രം കണ്ടാൽ മതി എന്നുള്ളത്. എൻ്റെ അമ്മയ്ക്ക് സർക്കാർ ജോലിയാണ്, അതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാമെന്നിങ്ങനെ പെട്ടെന്ന് അങ്ങ് സത്യ പറയുന്നുണ്ട്. തുടർന്ന് ഈ പപ്പി പറയുകയാണ്, പരിചയമില്ലാത്ത ആരുടെയും കൂടെ പോവല്ലെന്നല്ലേ പറഞ്ഞത്, എനിക്ക് പോലീസുകാരെ പരിചയമില്ലല്ലോ, എനിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ പോലീസിനെ പേടിക്കേണ്ട ആവശ്യമില്ല, പോലീസ് നമ്മളെ സഹായിക്കാനാണ് വരുന്നത്, പോലീസുകാർ നല്ലവരാണ്, ആവശ്യം വരുമ്പോൾ കുട്ടികൾക്കോ ആർക്കും ആവശ്യം വന്നാലും പോലീസുകാർ ഓടിയെത്തും, പിന്നെ ഞാനും കൂടി സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടല്ലോ, പേടിക്കണ്ട എന്ന് പറയുകയാണ്. അന്നേരം പക്ഷേ വീട്ടിലേക്ക് പോകാനായിട്ട് സത്യ വരില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അവിടേക്കും ഞാൻ വരുമെന്ന് പറയുമ്പോൾ സത്യം അപ്പോൾ വീട്ടിലേക്ക് വരുമോ, താങ്ക്സ് എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ താങ്ക്സ് ഒന്നും പാടില്ല എന്ന്, അങ്ങനെ രണ്ടുപേരും മുഖത്തോട് നോക്കി ചിരിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം സത്യഭാമയുടെ വീട്ടിൽ അടുക്കളയിലാണെങ്കിൽ പൊന്നിയാണെങ്കിൽ ഏത്തയ്ക്കാപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അടുത്തുനിന്ന് ശ്യാമ ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാളിൽ സത്യഭാമയാണെങ്കിൽ പിള്ളയോട് എന്തോ കണക്കൊക്കെ പറയുന്നുണ്ട്. രാഘവൻ നായർ ഫോൺ നോക്കിയിരിക്കുന്നു. ഈ സമയത്ത് മുകളിലത്തെ നിലയിൽ നിന്ന് വിഷ്ണു താഴേക്ക് ഇറങ്ങി വന്ന് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഫോൺ നോക്കിയിരിക്കുകയാണ്. അവർ പപ്പിയെ വിളിക്കുന്ന കാര്യം വിഷ്ണു മറന്നുപോയെന്ന് തോന്നുന്നു. ഈ സമയത്ത് രോഹിത് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഉച്ചയുറക്കം കഴിഞ്ഞ് എഴുന്നേറ്റോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനൊന്ന് മയങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ രോഹിത് അങ്ങോട്ടിരിക്കും, ചൂട് ചായയും ഏത്തയ്ക്കാപ്പം എടുക്കാമെന്ന് പറയുമ്പോൾ ഏത്തയ്ക്കാപ്പമാണോ എന്ന് പറഞ്ഞ് പൊന്നി ഉണ്ടാക്കുന്നതിലേക്ക് ഇങ്ങനെ രോഹിത് എത്തി
നോക്കുകയാണ്. അന്നേരം പപ്പിമോൾക്ക് വലിയ ഇഷ്ടമാണല്ലോ, സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അവൾ ഇതുവരെ വന്നില്ലേ എന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടൻ വിളിക്കാൻ പോയേക്കുമല്ലേ, കൊണ്ടുവരണ്ടേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും വിഷ്ണു മുകളിലത്തെ നിലയിലുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ രോഹിത് പറയുകയാണ്. അന്നേരം അയ്യോ ഇപ്പോൾ സമയം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 4 മണിയായെന്നിങ്ങനെ രോഹിത് പറയുകയാണ്. 3:30 മണിക്ക് സ്കൂൾ വിട്ടുമാണല്ലോ, അവളിപ്പോൾ എന്ത് ചെയ്യായിരിക്കും എന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. രോഹിത്തും ടെൻഷൻ ആവുകയാണ്. ഈ സമയത്ത് പപ്പിയെയും സത്യയും കൊണ്ട് പോലീസുകാർ അവിടെ സത്യഭാമയുടെ വീട്ടിലെത്തുകയാണ്. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിങ്ങനെ നോക്കിയിട്ട് ഇതാണോ പപ്പിയുടെ വീട് എന്നിങ്ങനെ ചോദിച്ചിട്ട് സത്യക്കുട്ടിക്കാണെങ്കിൽ അങ്ങ് ആകാംക്ഷയൊക്കെയാണ്. അന്നേരം അതേന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കയറുന്നുണ്ട്. ഇതേസമയം ശ്യാമയാണെങ്കിൽ വന്ന് വിഷ്ണുവോട് ചോദിക്കുകയാണ്, വിഷ്ണുവേട്ട ഇതുവരെ പപ്പിമോളെ വിളിക്കാനായിട്ട് പോയില്ലേ എന്ന്. അന്നേരം 4 മണിക്കല്ലേ സ്കൂൾ വിടുന്നതെന്നും പറഞ്ഞ് വിഷ്ണു കൂളായിട്ടിരിക്കുകയാണ്. അന്നേരം സത്യഭാമ ചോദിക്കുകയാണ്, നീ ഇവിടെ എന്തെടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, 4 മണിയൊക്കെ പണ്ടല്ലേ, ഇപ്പോൾ നേരത്തെ വിടും എന്ന് പറയുമ്പോൾ അയ്യോ അപ്പോൾ അവൾ എന്നിങ്ങനെ വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പോലീസുകാർ സത്യയെയും പപ്പിയെയും കൊണ്ട് അകത്തേക്ക് വരുന്നത്. തുടർന്ന് പപ്പിയാണെങ്കിൽ അമ്മയെന്നും പറഞ്ഞ് ഓടി ശ്യാമയുടെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചും കരയുകയാണ്. അന്നേരം എന്താ മോളെ എന്താന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ ചോദിക്കുകയാണ്, കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് ആരും വിളിക്കാനൊന്നും പോകുന്നില്ലേ എന്ന്. അന്നേരം ഞാനങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു എന്ന് പറയുമ്പോൾ എന്തോ സ്കൂളൊക്കെ എത്ര സമയമായി വിട്ടിട്ട് നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്തമില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താ സംഭവം എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ ഏതോ പിള്ളേർ പിടുത്തക്കാരി കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിച്ചു, ഈ കുട്ടിയുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് കുട്ടിയെ രക്ഷിക്കാനായത് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും സത്യയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, പപ്പിയും ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ അങ്ങോട്ട് പറയുകയാണ്, ഈശ്വര എൻ്റെ കുഞ്ഞേച്ചിയുടെ മോള് കൂടപ്പിറപ്പിന് രക്ഷയാകാനായിട്ട് കൂടപ്പിറപ്പിനെ തന്നെ നിയോഗിച്ചല്ലോ, രക്തത്തെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ശ്യാമയ്ക്ക് അങ്ങ് സന്തോഷമാവുന്നുണ്ട്. അന്നേരമാണ് സത്യഭാമ ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. അന്നേരം പോലീസുകാർ പറയുന്നുണ്ട്, കള്ളനെ പിടികൂടാൻ തടുക്കുന്നതിനോടൊപ്പം പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു, അതാണ് ഞങ്ങളും എത്തിയത് എന്നൊക്കെ പറയുകയാണ്. അന്നേരം സത്യഭാമ ഇങ്ങനെ കുട്ടിയെ നോക്കിയിട്ട് അമ്പലത്തിൽ വെച്ച് കണ്ട ആ സന്ദർഭം ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, കള്ളനെ പിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്, ഒരുത്തന് വേണ്ടി വല വീശിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അന്നേരം ഒരുത്തനെ ആയാലും മതി, അവനെ കൊണ്ട് ഇടിച്ചു പിഴിഞ്ഞ് സത്യം പറയിക്കണം, സത്യഭാമയുടെ കൊച്ചുമകളെ എന്തിനാണ് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതെന്നൊക്കെ. അന്നേരം പോലീസുകാർ പറയുന്നുണ്ട്, പിന്നെ പണത്തിന് വേണ്ടിയായിരിക്കും സത്യാമ്മ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ, 10 ലക്ഷത്തിന് വേണ്ടി ആൾക്കാരെ കൊല്ലുന്ന നാടല്ലേ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അത് രാഘവൻ നായരും ശരി വയ്ക്കുന്നുണ്ട്, സത്യമാണ് ഭാമ അയാൾ പറയുന്നത് ശരിയാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എനിക്ക് ഈ കുട്ടിയെ കൂടി വീട്ടിലെത്തിക്കണം, അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ എന്നും ഈ പോലീസുകാർ ചോദിക്കുകയാണ്. പോലീസ് ചോദിക്കുകയാണ്. അന്നേരം നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ, പിന്നെ നന്ദി പറയണം എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയോട് അയക്കുമെന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് സത്യമ്മയെന്നും പറഞ്ഞ് ഈ സത്യകുട്ടി ഇങ്ങനെ സത്യഭാമയുടെ മുന്നിൽ നിൽക്കുകയാണ്. തുടർന്ന് മോളിങ്ങേ വന്നേന്നും പറഞ്ഞ് സത്യഭാമ സെറ്റിലേക്ക് ഇരുന്നിട്ട് കുട്ടിയെ പിടിച്ചങ്ങ് മടിയിലേക്ക് ഇരുത്തുകയാണ്. എന്നിട്ട് നെറ്റിയിൽ മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരനോട് ചോദിക്കുകയാണ്, വിരോധമില്ലെങ്കിൽ ഈ കുട്ടി അല്പസമയം ഇവിടെ നിർത്താമോ, ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുക കൂടി ചെയ്യാമല്ലോ എന്ന്. അതിനെന്താ സന്തോഷമല്ലേ ഉള്ളൂ സത്യാമ്മേ, പോലീസിനേക്കാൾ സുരക്ഷിതമല്ലേ സത്യാമ്മയുടെ വീടെന്ന് പറഞ്ഞിട്ട് അങ്കിൾ പോട്ടെ മോളെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശരിയെന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോലീസ് വണ്ടിയുമായിട്ട് തിരികെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ശ്യാമ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത് കുട്ടിയാണെന്ന് അറിയുമോ, ശാലിനിക്ക് വരേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ് ശ്യാമ ടെൻഷൻ. തുടർന്ന് പപ്പിയെയും സത്യഭാമ മോളിങ്ങി വന്നേന്നും പറഞ്ഞ് പിടിച്ചിരുത്തുകയാണ്. മോൾക്ക് പേടിച്ചു പോയോ, എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ഈ ഫ്രണ്ടാണ് എന്നെ രക്ഷിച്ചത്, എന്നെ ഒരു ബൈക്കിൽ തട്ടിക്കൊണ്ട് പോകാൻ നോക്കി, സത്യമാണെങ്കിൽ ഈ ഫ്രണ്ട് പേര് പറയുന്നില്ല ആദ്യം, ഈ ഫ്രണ്ട് വാട്ടർ ബോട്ടിൽ എടുത്തെറിഞ്ഞ് അവനെ വീഴ്ത്തി എന്നിട്ട് എന്നെ രക്ഷിച്ചു എന്നൊക്കെ പറയുകയാണ്. അന്നേരം എല്ലാവരും ഈ കുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് രോഹിത് ആണെങ്കിൽ പോക്കറ്റിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത് സത്യയ്ക്ക് നേരെ നീട്ടുകയാണ്. എന്നിട്ട് എന്താ മോളിത് വാങ്ങിച്ചോ എന്ന് പറയുകയാണ്. അന്നേരം വേണ്ടെങ്കിൽ എന്ന് പറയുകയാണ്. അന്നേരം അതെന്താ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അല്ലേ രക്ഷിച്ചത്, അപ്പോൾ പിന്നെ അതെൻ്റെ കടമയാണ്, ഞാനിത് വാങ്ങിച്ചാൽ പ്രതിഫലം വാങ്ങുന്നത് പോലെ ആകില്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് പറയുകയാണ്. അന്നേരം ആ കുട്ടിയുടെ സംസാരത്തിൽ എല്ലാവരും ഇങ്ങനെ സന്തോഷിക്കുകയാണ്. കടമ ചെയ്യുന്നതിന് പ്രതിഫലം വാങ്ങരുതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. തുടർന്ന് മോൾക്ക് എന്താ വേണ്ടത്, പിന്നെന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടെന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ വിളിക്കുകയാണ്, ഇങ്ങനെ വന്നേന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിലാണെന്ന് ചോദിക്കുമ്പോൾ ബിഗ് ഫ്രണ്ട് എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ അതിശയിക്കുകയാണ്. അന്നേരം ശ്യാമ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് പിന്നെ ശ്യാമ ചോദിക്കുകയാണ്, സ്നാക്സ് കഴിക്കുന്ന സമയമായില്ലേ, എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അതേസമയം ഇല്ല ഒന്നും വേണ്ട എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട്, പച്ച വെള്ളമെങ്കിലും കുടിക്കുമോ ഈ വീട്ടിൽ നിന്നെന്ന്. അന്നേരം അതും ആ ഫ്രൂട്ട്സും വേണ്ട എന്ന് പറയുമ്പോൾ കടമ ചെയ്തതിന് പിന്നെ എന്തെങ്കിലും കഴിച്ചാൽ പ്രതിഫലം ആവില്ലേ എന്നും പറഞ്ഞ് വിഷ്ണുവും കളിയാക്കുകയാണ്. തുടർന്ന് പച്ച വെള്ളമെങ്കിലും കുടിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, വെള്ളം എൻ്റെ വാട്ടർ ബോട്ടിലുണ്ട് എന്നിങ്ങനെ സത്യ പറയുകയാണ്. അന്നേരം അന്യരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങുകയോ കഴിക്കുകയോ ഒന്നും
ചെയ്തതെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് സത്യഭാമയോടും പറയുന്നുണ്ട്, ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, എന്തോരം പേടിയാണ്, ഇങ്ങനെ പേടിക്കരുതെന്ന് പറയണം, എൻ്റെ അമ്മ എനിക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് അപ്പോൾ നമ്മൾ അന്യരല്ലല്ലോ എന്നിങ്ങനെ ശ്യാമ ചോദിക്കുകയാണ്. അതെങ്ങനെ, പിന്നെ നിങ്ങൾ എൻ്റെ ആരാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശ്യാമ ഒരു നിമിഷം ആലോചിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ പപ്പി മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ പപ്പിയുടെ ബന്ധുക്കൾ മോളുടെയും ബന്ധുക്കളല്ലേ, പപ്പിയുടെ അമ്മ മോളുടെ അമ്മയല്ലേ, അമ്മയെ പോലെയല്ലേ ചോദിക്കുമ്പോൾ അതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. സത്യയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമ വിളിക്കുകയാണ്, മോളുടെ പേര് സത്യം എന്നാണോ ചോദിക്കുന്നുണ്ട്. അതെ, സത്യം തന്നെയാണ്, എൻ്റെ അച്ചമ്മയുടെ പേരാണിത്, അച്ചമ്മയെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അച്ചമ്മയുടെ പേരിട്ടതെന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ പേര് സത്യഭാമ എന്നാണ് എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. രണ്ടുപേരെയും പിടിച്ചിങ്ങനെ മടിയിലിരുത്തി സത്യഭാമ വളരെ ആകാംക്ഷയോട് കൂടിയാണ് സംസാരിക്കുന്നത്, ഈ കുട്ടിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ. എന്നിട്ട് മോളുടെ അച്ചമ്മ എവിടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിദേശത്താണെന്ന് പറയുന്നുണ്ട്. അന്നേരം അവിടെ എന്താ ജോലി ഉണ്ടോ ചോദിക്കുമ്പോൾ ബിസിനസ് ആണെന്ന് പറയുകയാണ്. തുടർന്ന് അച്ഛനോ ചോദിക്കുമ്പോൾ അച്ഛനും വിദേശത്താണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശ്യാമയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ഇതെല്ലാം കേട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. തുടർന്ന് അപ്പോൾ മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാനും അമ്മയും അമ്മാമ്മയും അപ്പോൾ മുത്തശ്ശനും എന്ന് പറയുകയാണ്. അന്നേരം മുത്തശ്ശൻ എന്ത് ചോദിക്കുമ്പോൾ വയ്യാണ്ട് കിടപ്പിലാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് അമ്മാമ്മയും ചോദിക്കുമ്പോൾ അമ്മാമ്മയ്ക്കൊരു ഹോട്ടലുണ്ടെന്ന് പറയുകയാണ്. അന്നേരം സംഭവം കൂടുതൽ വഷളായി വരികയാണ്. കാര്യങ്ങളൊക്കെ അറിയുമെന്ന് ശ്യാമയ്ക്കങ്ങ് ടെൻഷൻ ആവുകയാണ്, കൂടുതൽ അറിയുമെന്നുള്ളത്. അന്നേരം അമ്മയ്ക്ക് എന്താ ജോലിയും ചോദിക്കുമ്പോൾ അമ്മ വലിയൊരു ഓഫീസറാണ് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് അമ്മയുടെ പേരെന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി എന്ന് പറയാനായിട്ട് ഷാ എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ശാലിനി ആണെങ്കിൽ കുട്ടിയെ കാണാതെ പപ്പിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. തുടർന്ന് സത്യ ഫോൺ എടുക്കുകയാണ്. അന്നേരം മോൾ എവിടെയാ, മോളെ സ്കൂളിൽ കണ്ടില്ലല്ലോ എന്ന് പറയുക. അമ്മയെ ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് പറയുകയാണ്. അന്നേരം ഫ്രണ്ടിൻ്റെ വീട്ടിലോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിനെ ഒരു കൂട്ടർ തട്ടിക്കൊണ്ട് പോകാൻ നോക്കി, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഇവിടെ എത്തിയെന്ന് പറയുകയാണ്. അന്നേരം മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, മോൾ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെയല്ല തട്ടിക്കൊണ്ട് പോകാൻ നോക്കി, എൻ്റെ ഫ്രണ്ടിനെയാണ്, ആ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്നൊക്കെ പറയുമ്പോൾ ശാലിനിയും ടെൻഷനാവുകയാണ്. അന്നേരം അതെവിടെയാണെന്ന് അമ്മ ചോദിച്ചതെന്ന് പറയുമ്പോൾ അത് എനിക്കും അറിയില്ല എന്നിങ്ങനെ സത്യ പറയുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, വിഷ്ണു ഫോൺ വാങ്ങിച്ചു സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്. തുടർന്ന് ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്നും പറഞ്ഞ് വിഷ്ണു സത്യയെ വിളിക്കുകയാണ്. സത്യ വിളിച്ച് മടിയിലേക്ക് ഇരുത്തുന്നുണ്ട്. അന്നേരം വിഷ്ണു ഫോൺ എടുത്തിട്ട് ഹലോ എന്നാക്കുമ്പോൾ പെട്ടെന്ന് ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട് വിഷ്ണു ആണെന്നുള്ളത്. ഈശ്വര, കൂടപ്പിറപ്പിനെയാണോ എൻ്റെ മോള് രക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് സങ്കടം വരികയാണ്. തുടർന്ന് വിഷ്ണു അങ്ങ് സംസാരിക്കുകയാണ്, മാഡം വലിയൊരാൾ തന്നെയാണ്, ഇത്രയും ചെറുപ്രായത്തിൽ ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ഇത്രയും ധൈര്യമൊക്കെ പകർത്തിയെടുത്ത മാഡം വലിയൊരാൾ തന്നെയാണ്, ഇവള് മിടുക്കി കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് സത്യയുടെ നെറ്റിലേക്ക് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അന്നേരം എല്ലാവരും ഒക്കെ സന്തോഷമായിട്ടിരിക്കുകയാണ്. പക്ഷേ ശാലിനി അങ്ങ് ടെൻഷൻ ആവുകയാണ്, വിഷ്ണുവിനോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ. അന്നേരം ഹലോ മാഡം കേൾക്കുന്നില്ലേ, മാഡം എന്താ ഒന്നും മിണ്ടാത്തത് എന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ വിഷ്ണുവായിട്ട് എനിക്ക് സംസാരിക്കണം എന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശാലിനി മനസ്സിൽ പറയുകയാണ്. പക്ഷെ പെട്ടെന്ന് ഹലോ ഹലോ എന്ന് ഒന്നുകൂടി വിഷ്ണു സംസാരിക്കുമ്പോൾ ശാലിനി ആണെങ്കിൽ പെട്ടെന്ന് ധൈര്യം കൈവരിച്ച ശേഷം ഇങ്ങനെ സാരി തുമ്പെടുത്ത് ഫോണിലേക്ക് മറച്ചിട്ട് സംസാരിക്കുകയാണ്. ഹലോ എന്നിങ്ങനെ എത്തി ഗൗരവമായിട്ട് സംസാരിക്കുമ്പോൾ മാഡം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ബാക്കി സംസാരിക്കുകയാണ്. പക്ഷേ ശാലിനിയുടെ സംസാരം വിഷ്ണുവിന് മനസ്സിലാകുന്നില്ല. തുടർന്ന് ഫോൺ ഇങ്ങനെ തന്നേന്നും പറഞ്ഞ് സത്യഭാമ അങ്ങ് ഫോൺ വാങ്ങിക്കുകയാണ്. തുടർന്ന് മോളെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് അതേ സന്തോഷമാവുകയാണ്. തുടർന്ന് പിന്നെ ഈ ചെറിയൊരു കാര്യമല്ല ഈ ചെറുപ്രായത്തിൽ ഈ മോള് ചെയ്തത്, ഇത്രയും ധൈര്യം ഉണ്ടാക്കി കൊടുത്ത മോള് നല്ലൊരു കാര്യമാണ് ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞോളൂ എന്നിങ്ങനെ ശാലിനി അങ്ങ് പറയുന്നുണ്ട്. ആ ശബ്ദം സത്യഭാമയ്ക്ക് മനസ്സിലാകുന്നില്ല. ഈ കാലത്ത് സത്യഭാമയുടെ കൊച്ചുമകളെയാണ് ഇവള് രക്ഷിച്ചിരിക്കുന്നത്, ചെറിയൊരു കാര്യമല്ല എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ മനസ്സിൽ കരുതുകയാണ്, സത്യാമ്മയുടെ പേരക്കുട്ടി തന്നെയാണ് പപ്പിക്കുട്ടിയെ രക്ഷിച്ചത് എന്നിങ്ങനെ ശ്യാമ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. വിഷ്ണുവും ബാക്കി രോഹിത്തും പിള്ളയും പൊന്നിയും രാഘവൻ നായരും ഒക്കെ ഇങ്ങനെ കുട്ടിയുടെ സംസാരവും വിഷ്ണുവിൻ്റെ മടിയിലിരിക്കുന്നതും സത്യഭാമ സംസാരിക്കുന്നതും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, കൂടപ്പിറപ്പുകൾ പോലും രക്ഷിക്കാത്ത കാലമാണ്, ആ ഒരു സമയത്ത് ഈ മോള് ചെയ്തത് നല്ലൊരു കാര്യമാണ്, മോളുടെ മോള് ചെയ്തത് എന്നിങ്ങനെ മോളെ എന്ന് വിളിച്ചാണ് ശാലിനിയെ സംസാരിക്കുന്നത്. അന്നേരം അതിൽ എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല, ഞാൻ എങ്ങനെയായാലും നന്ദി പറയേണ്ടത് എന്നിങ്ങനെ ഭാമ സംസാരിക്കുമ്പോൾ അതിൽ നന്ദിയുടെ ഒന്നും ആവശ്യമില്ല, വേറെ ആരായാലും അവൾ അങ്ങനെ ചെയ്യത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, പക്ഷേ ഈ മോളെ കാണുമ്പോൾ എന്തോ ഒരു അദൃശ്യ ബന്ധം എനിക്കുള്ളതുപോലെ തോന്നുന്നു എന്നിങ്ങനെ സത്യയെ നോക്കി മടിയിലിരിക്കുന്ന പപ്പിയെ തലോടിക്കൊണ്ട്, വിഷ്ണുവിൻ്റെ മടിയിലിരിക്കുന്ന സത്യയെ നോക്കി തൻ്റെ മടിയിലിരിക്കുന്ന പപ്പിയെ തലോടിക്കൊണ്ട് സത്യഭാമ പറയുകയാണ്. അന്നേരം ശാലിനി അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനം
അവസാനിക്കുന്നുണ്ട്. ഇനി പപ്പിയെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയോ ശാലിനി ആരെങ്കിലും അയക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഇനിയുള്ളതൊക്കെ നല്ലത് വരും എപ്പിസോഡുകളൊക്കെ കിടന്ന എപ്പിസോഡുകളാണ്. എല്ലാം നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്